നിങ്ങൾ ഈ കാണുന്ന വിഷ്വലിലുള്ള ഡ്രോൺ വയർലെസ് അല്ല. പക്ഷേ ഈ ഡ്രോൺ ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിനെ യുദ്ധക്കളത്തിലൂടെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു വലിയ മണ്ടത്തരമായിട്ട് തോന്നും. ശരിക്കും ഒരു പട്ടിയെ കയറ് കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് പോകുന്നത് പോലെയല്ലേ ഇത് കാണാൻ. പക്ഷെ സത്യം അതല്ല. ഈ കാണുന്ന നേർത്ത ഗ്ലാസ് നൂലാണ് ഇന്ന് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഏറ്റവും ബുദ്ധിപരമായ, ആർക്കും തടുക്കാനാകാത്തൊരു ആയുധം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സാറ്റലൈറ്റും 5G ടെക്നോളജിയും ഒക്കെയുള്ള ഇന്നത്തെ കാലത്ത് എന്തിനാണ് ഒരാൾ വയറുകളിലേക്ക് തിരികെ പോകുന്നത്? അതിനുള്ള ഉത്തരം ഒരേ സമയം പേടിപ്പിക്കുന്നതാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള വായു, ആകാശം, മണ്ണ്, ജലം ഇതെല്ലാം തന്നെ യുദ്ധകളമായി മാറിയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് ചിലപ്പോൾ പഴയ ടെക്നോളജി പൊടിതട്ടി എടുക്കേണ്ടതായിട്ട് വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. നിങ്ങളൊരു ഫോൺ കോളിലാണെന്ന് വിചാരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സൈലൻ്റ് ആയി പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ സ്ട്രീം ചെയ്യുമ്പോൾ അതിങ്ങനെ കിടന്ന് ബഫർ ചെയ്യുന്നു. നമ്മുടെ വയർലെസ് സംവിധാനങ്ങൾ അത്രത്തോളം ദുർബലമാണെന്ന് കാണിക്കാൻ ഇത്തരം കാര്യങ്ങൾ മാത്രം മതി. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒറ്റ ഫ്ലോയിൽ കിട്ടുന്നുണ്ടോ? ചില സമയങ്ങളിൽ നെറ്റ് സ്ലോ ആകാറില്ലേ? ഇനി ഇത് തന്നെ ഒരു യുദ്ധത്തിൻ്റെ നടുവിലാണ് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുക. അതാണ് യുക്രൈനിലെ യഥാർത്ഥ അവസ്ഥ. അവിടുത്തെ യുദ്ധക്കളം മുഴുവൻ ഇലക്ട്രോണിക് വാർഫെയർ ആണ്. റഷ്യയുടെ കയ്യിൽ ക്രസൂക്ക 4 പോലെയുള്ള സിസ്റ്റങ്ങളുണ്ട്. അത് GPS സിഗ്നലുകൾ ജാം ചെയ്ത് ഒരു ഡിജിറ്റൽ മൂടൽമഞ്ഞ് തന്നെ ആ പ്രദേശത്ത് സൃഷ്ടിക്കുന്നുണ്ട്. ഷിപ്നോവിക് എറോ എന്ന സിസ്റ്റം ഡ്രോണുകളുടെ കൺട്രോൾ ലിങ്ക് തന്നെ കട്ട് ചെയ്ത് കളയും. അതായത് നിങ്ങളൊരു ഡ്രോൺ പറപ്പിക്കുമ്പോൾ പെട്ടെന്ന് ആ ഡ്രോണിൻ്റെ കൺട്രോൾ പോകുന്ന ആലോചിച്ച് നോക്കി. അതിനെ ജാം ചെയ്ത് അതിൻ്റെ സിഗ്നലുകൾ നമ്മുടെ റിസീവറിൽ കിട്ടാതിരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ചാവേർ ഡ്രോണുകൾ പറത്തുന്ന പൈലറ്റുമാർക്ക് ഇതൊരു പേടി സ്വപ്നമാണ്. അതായത് ആളില്ലാതെ ഈ സ്ഫോടക വസ്തുക്കളും വഹിച്ചു കൊണ്ടുപോകുന്ന ഡ്രോണുകളെ ജാം ചെയ്യാൻ പല ഉപകരണങ്ങൾക്ക് സാധിക്കും. ആയിരക്കണക്കിന് ഡോളർ വില വരുന്ന സ്ഫോടക വസ്തുക്കളുമായിട്ട് പോകുന്ന ഡ്രോണുകൾക്ക് പെട്ടെന്ന് കൺട്രോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നിന്ന നിൽപ്പിൽ നിലത്ത് വീഴുകയോ അല്ലെങ്കിൽ എങ്ങോട്ടെന്നില്ലാതെ പോയി പൊട്ടിത്തെറിക്കുകയോ ഒക്കെ ചെയ്യും. അതായത് ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കാതെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾക്ക് ആകാശത്തെ ഒരു നോ ഫ്ലൈ സോൺ ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ പട്ടാളക്കാർ ഒരു കാര്യം ചിന്തിച്ചു. ഈ വായു തന്നെയാണ് നമ്മുടെ ശത്രുവെങ്കിൽ എങ്ങനെ ഒരു ആയുധത്തെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും? ഉത്തരം ഞെട്ടിക്കുന്നതായിരുന്നു. ഇവയെ വയറിൽ കെട്ടിയിടുക. ഇത് വെറും ഒരു വയറല്ല, നമ്മുടെ തലമുടിയേക്കാൾ കനം കുറഞ്ഞ ഒരുതരം ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളാണ്. ഒരു നൂല് ചുറ്റി വെച്ചിരിക്കുന്നത് പോലെയുള്ള കട്ടയുണ്ടല്ലോ, ഈ ഒരു സാധനം ഡ്രോണിന്റെ അടിഭാഗത്ത് ചുറ്റി വെച്ചിരിക്കും. ഡ്രോൺ മുന്നോട്ട് പറക്കുമ്പോൾ നമ്മൾ ഈ നൂല് വലിക്കുന്നത് പോലെ ഒരു ചിലന്തി വല നെയ്ത പോലെ ഈ ഒപ്റ്റിക്കൽ കേബിളുകൾ പുറകോട്ട് ഇങ്ങനെ അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കും. സോ ഇതിന്റെ സയൻസ് വളരെ സിമ്പിളാണ്. നമുക്കറിയാം, പൈലറ്റിന്റെ കൺട്രോളറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടാണ് സാധാരണഗതിയിൽ ഡ്രോണുകൾ പറക്കുന്നത്. അതേസമയം ഡ്രോണിന്റെ വിഷ്വൽസ് നമുക്ക് കാണാനും പറ്റണം. സോ ഈ ഒരു നിർദ്ദേശങ്ങളും വീഡിയോ സിഗ്നലുകളും ലേസർ ലൈറ്റിന്റെ പൾസുകളാക്കി മാറ്റുകയും ഈ ലേസർ പൾസുകളെ പ്രകാശ വേഗതയിൽ ഗ്ലാസ് നൂലിലൂടെ സഞ്ചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വയറുള്ള ഡ്രോണുകൾ പ്രവർത്തിക്കുക. നിങ്ങൾ ഈ കാണുന്ന മൊബൈൽ ഫോണും നമുക്ക് കിട്ടുന്ന ഇൻ്റർനെറ്റും കോളും എല്ലാം സത്യത്തിൽ ടവറിൽ നിന്ന് വയർലെസ് ആയിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എത്തുന്നതെങ്കിലും എല്ലാ ടവറുകളും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇൻ്റർനെറ്റ് കിട്ടുന്നതും ഇത്തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ വഴിയാണ്. അങ്ങനെ നമ്മുടെ കൺട്രോളറിൽ നിന്ന് പോകുന്ന സിഗ്നലുകൾ ഡ്രോണിലുള്ള റിസീവർ ലൈറ്റ് സിഗ്നലുകളായി സ്വീകരിച്ച് അതിനെ ചലനങ്ങളായി മാറ്റും. അങ്ങനെ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ മുന്നോട്ടാണോ താഴോട്ടാണോ അതിലിരിക്കേണ്ട സ്ഫോടക വസ്തു എപ്പോൾ പൊട്ടിത്തെറിക്കേണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ പല കാര്യങ്ങളും കൃത്യമായിട്ട് ഈ കേബിളുകൾ പിടിച്ചെടുത്ത് അനലൈസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അതുമാത്രമല്ല, ഡ്രോണിൽ നിന്നുള്ള വീഡിയോ സിഗ്നലുകൾ യാതൊരു ലാഗുമില്ലാതെ ക്രിസ്റ്റൽ ക്ലിയറായി ഇതേ കേബിളിലൂടെ പൈലറ്റിൻ്റെ സ്ക്രീനിലേക്കും തിരികെ എത്തും. അതായത് ഒരു പെർഫെക്റ്റ് കണക്ഷനാണ്. ഒരു തടസ്സവും ഇല്ല, ജാമിംഗ് ഇല്ല. GPS സിഗ്നലിനെ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നമില്ല. ഓപ്പറേറ്റർ എന്താണോ കാണുന്നത് അത് തന്നെയാണ് ഡ്രോണും കാണുന്നത്. ലക്ഷ്യസ്ഥാനത്ത് ഡ്രോൺ ഇടിച്ചിറങ്ങുന്ന സമയത്ത് ആ കേബിളും സ്ഫോടനത്തിൽ കത്തിച്ചാമ്പലാവും. പക്ഷേ അതുവരെ നീണ്ടുകിടക്കുന്ന കിലോമീറ്റർ കണക്കുള്ള കേബിളുകൾ ഒരു ചിലന്തി വല പോലെ അവിടെ നിറഞ്ഞിടക്കും കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു വൻ സംഭവമായി മാറുന്നത്? 3 കാര്യങ്ങളുണ്ട്. അതായത് ഡ്രോൺ പറത്തുമ്പോൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തു പറത്തുമ്പോൾ മിസൈൽ ഇടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന 3 പ്രധാനപ്പെട്ട തലവേദനയ്ക്കുള്ള പരിഹാരം ഇതിലുണ്ട്. 1, ജാമിംഗ്. വയർലെസ് സിഗ്നലുകളെ വലിയ ശബ്ദമുണ്ടാക്കി മുക്കിക്കളയാൻ പറ്റും. പക്ഷേ ഫൈബർ കേബിളിനെ ജാം ചെയ്യാനായിട്ട് പറ്റില്ല. എക്സാം ഹാളുകളും മറ്റും ജാമർ വയ്ക്കാറില്ലേ? മൊബൈലിൽ സിഗ്നൽ ഇട്ടില്ലല്ലോ. അതേപോലെ നമുക്ക് ഡ്രോൺ പറത്താതിരിക്കാൻ ആ സ്ഥലത്ത് ജാമർ വയ്ക്കാൻ പറ്റും. പക്ഷേ ഗ്ലാസ് നൂലിന് പുറത്തേക്ക് ഇത്തരം നമ്മൾ പറഞ്ഞ ഡ്രോണുകളുടെ സിഗ്നലുകൾ പോകുന്നില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് ജാം ചെയ്യാനും പറ്റില്ല. 2, കണ്ടെത്താനുള്ള സാധ്യത. ഓരോ റേഡിയോ സിഗ്നലുകളും ഞാൻ ഇവിടെയുണ്ട് എന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ്. അതായത് കൃത്യമായിട്ട് നമ്മുടെ സിഗ്നലുകൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണം ഒരാളുടെ കയ്യിലുണ്ട് എങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സിഗ്നലുകൾ ട്രാക്ക് ചെയ്ത് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും, ടവർ ലൊക്കേഷൻ നോക്കുന്നത് പോലെ. ഇങ്ങനെയാണ് ഡ്രോൺ പറത്തുമ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ റിസീവർ ആയാലും നമ്മുടെ ഡ്രോൺ ആയാലും കൃത്യമായ സിഗ്നലുകൾ പുറത്തേക്ക് വിടുകയും അത് ആരുടെ കയ്യിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഡിറ്റക്ട് ചെയ്യാനും ഓപ്പറേറ്റർ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനും പറ്റും.
പക്ഷേ ഫൈബർ ഡ്രോണുകൾ സൈലൻ്റ് ആയിട്ടുള്ള ഗോസ്റ്റുകളാണ്. അവയൊന്നും പുറത്ത് വിടുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. പിന്നെ ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ വളരെ നൈസായതുകൊണ്ട് അതിനെ ട്രാക്ക് ചെയ്ത് പോവുക അത്ര എളുപ്പമല്ല. 3. വീഡിയോ ക്വാളിറ്റി. വയർലെസ് ലിങ്കുകൾ എന്ന് പറയുമ്പോൾ ദൂരം കൂടുമ്പോൾ വീഡിയോ ക്വാളിറ്റി കുറയുന്ന ഒരു സംവിധാനമാണ്. അകലേക്ക് പോകുന്നതോറും റേഞ്ച് മാറും. അതുകൊണ്ട് തന്നെ ഡ്രോണൊക്കെ ഇങ്ങനെ ഒരുപാട് കിലോമീറ്റർ ദൂരെ ഇരുന്ന് പറപ്പിക്കുമ്പോൾ വീഡിയോ ലാഗ് ആവുകയും ടാർജറ്റ് മാറിപ്പോവുകയും ചെയ്യും. എന്നാൽ ഫൈബർ കേബിളുകൾ പ്രകാശവേഗത്തിൽ തന്നെ സിഗ്നലുകൾ അയക്കുന്നതുകൊണ്ടും അവയ്ക്ക് വലിയ ബാൻഡ് വിഡ്ത്ത് ഉള്ളതുകൊണ്ടും ഈ പൈലറ്റിന് കൃത്യമായി 4K വീഡിയോ റെസൊല്യൂഷനിൽ ഡ്രോണിൻ്റെ ക്യാമറകൾ കാണാൻ പറ്റും. അപ്പോൾ വിദൂരതയിൽ ഇരുന്നുകൊണ്ട് ഒരു സർജൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ കൃത്യമായിട്ട് ഒരു ജനലിലൂടെയോ അല്ലെങ്കിൽ ടാങ്കിൻ്റെ ഹാച്ചിലൂടെയോ ഡ്രോണിനെ പുറത്തേക്ക് അയച്ച് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഡ്രോൺ മാത്രമല്ല, തടുക്കാനാകാത്ത അദൃശ്യമായ അതിസൂക്ഷ്മമായ ഒരു ആയുധമാണ്. പക്ഷേ ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ശക്തി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം. ദൂരത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡ്രോണിൽ കുറേ ചുറ്റിവെച്ച കേബിളുകൾ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിന് എത്രത്തോളം ദൂരം പോകാൻ പറ്റും? എത്ര ചുറ്റി വെച്ചിരിക്കുന്നോ അത്രയും ദൂരം മാത്രമേ അതിന് പറക്കാൻ പറ്റൂ. സാധാരണയായി 5 മുതൽ 20 കിലോമീറ്റർ വരെ നീളത്തിൽ പറക്കാൻ പറ്റുന്ന കേബിളുകൾ ചുറ്റിവയ്ക്കാൻ പറ്റും. നീളം തീർന്നാൽ ഡ്രോണിൻ്റെ കൺട്രോൾ പോയി. അതൊന്നി നിന്ന നിൽപ്പിനെ അവിടെ വെച്ച് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് താഴെ വീഴും. രണ്ടാമത്തേത് ബലത്തിൻ്റെ കുറവാണ്. ഫൈബർ എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിലോ മരത്തിലോ പവർ ലൈനിലോ മറ്റെവിടെയെങ്കിലും ഉരസിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവുകയും സിഗ്നലുകൾ അയക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഡ്രോണിന് പിന്നെ യാതൊരു കൺട്രോളും ഇല്ല. മൂന്നാമത്തേത് ഓപ്പറേറ്റർമാരായിട്ടുള്ളവരുടെ സുരക്ഷയാണ്. ഈ ഡ്രോൺ പറത്തിവിടുന്ന സമയത്ത് അതിനെ ഒരു റിസീവർ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നാണ് ഡ്രോൺ പറന്നു പോകുന്നത്. അപ്പോൾ ഇത് നിയന്ത്രിക്കുന്ന ആൾക്ക് അവിടെ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും. കാരണം കേബിൾ അവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും വിധത്തിൽ ശത്രുക്കൾ ഈ ഓപ്പറേറ്ററെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് റിസീവർ കളഞ്ഞിട്ട് ഓടാനേ പറ്റൂ, അല്ലാതെ പെട്ടെന്ന് സ്ഥാനം മാറ്റാൻ പറ്റില്ല. അപ്പോൾ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവസാനമായി പറക്കാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഡ്രോണിന് വളഞ്ഞും പുളഞ്ഞും ഇടവഴികളിലൂടെയൊന്നും പോകാൻ പറ്റില്ല. കേബിൾ കുരുങ്ങിപ്പോകാതിരിക്കാൻ കൃത്യമായ നേർരേഖയിലാണ് ആക്രമണങ്ങൾ നടത്താറുള്ളത്. അതായത് ഇലക്ട്രോണിക് വാർഫെയറിൽ ഡ്രോണിന് ഒരുപാട് ഗുണങ്ങളും അജയ്യനാക്കുന്ന സാധ്യതകളും ഉണ്ട് എങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ അത് കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് തന്നെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു ആശയം തന്നെ പുതിയതൊന്നും അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കോൾഡ് വാറിന് മുമ്പ് തന്നെ ഈ ടെക്നോളജി സാധാരണയുണ്ട്. ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ ചെമ്പ് വയറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും നമ്മളിങ്ങനെ വിദൂരതയിൽ ഇരുന്നുകൊണ്ട് വസ്തുക്കൾ നിയന്ത്രിക്കാറുണ്ട്. 1970കളിൽ അമേരിക്കയുടെ TOW, ഫ്രാൻസിന്റെ മിലാൻ തുടങ്ങിയ ടാങ്ക് വേദ മിസൈലുകൾക്ക് കമാൻഡുകൾ നൽകിയിരുന്നത് ചെമ്പ് കമ്പികൾ വഴിയായിരുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ പ്രശസ്തമായ യുക്രൈനിലെ സ്നഗ്നാപി മിസൈൽ പോലും അതിന്റെ ലോഞ്ചറും ഓപ്പറേറ്ററും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 50 മീറ്റർ നീളമുള്ള ഒരു കേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കേബിളിന്റെ ഈ ചുരുട്ടൽ മാറി 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 അത് ടാർജറ്റിൽ പോയിട്ട് നമ്മൾ കറക്റ്റ് അതിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇന്ന് പോലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈബർ ഒപ്റ്റിക്കൽ മിസൈലുകൾ നിലവിലുണ്ട്. ഇസ്രായേലിന്റെ സ്പൈക്ക് NLOS എന്ന മിസൈൽ 30 കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കുന്ന ഫൈബർ കണക്ഷൻ ഉള്ള ഒരു മിസൈലാണ്. ചൈനയുടെ CM5016 എന്ന് പറയുന്ന ഒരു ടൈപ്പ് മിസൈലുണ്ട്. സെർബിയയുടെ ALAS എന്ന് പറയുന്ന മിസൈലുണ്ട്. ഇതൊക്കെ തന്നെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിന്റെ ടെക്നോളജി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് യുക്രൈനിൽ നടത്തുന്നത് പുതിയൊരു കണ്ടുപിടുത്തമല്ല, അതൊരു ബാറ്റിൽ ഫീൽഡ് റീമിക്സ് ആണ്. അതായത് പഴയ തത്വങ്ങൾ പുതിയ ഫൈബർ കേബിളുകളും വില കുറഞ്ഞ FPV ഡ്രോണുകളും ഉപയോഗിച്ച് തട്ടിക്കൂട്ട് സ്ഫോടക വസ്തുക്കളുമായിട്ട് പുനരവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും പെന്റഗണിന്റെ പ്രോജക്റ്റുകളല്ല എന്നുള്ളതാണ്. സാധാരണ പട്ടാളക്കാർ അവരുടെ ബങ്കറുകളിലും വർക്ക്ഷോപ്പുകളിലും ഇരുന്ന് ഉണ്ടാക്കുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ FPV റേസിംഗ് ഡ്രോണുകൾ, RPG ബോംബുകൾ, 3D പ്രിന്റ് ചെയ്ത ഇത്തരത്തിലുള്ള ഫൈബർ ഒപ്റ്റിക്കൽ നൂൽക്കട്ടകൾ, സാധാരണ ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ ചുരുട്ടി വെച്ചിട്ട് അതിലൊരു ചെറിയ കണക്ഷൻ കൊടുത്തിട്ട് ഇതിന്റെ റിസീവറും അതുപോലെ തന്നെ ഡ്രോണുമായിട്ട് കണക്ട് ചെയ്യും. ഒരു ഡ്രോണിന് ആകെ ചിലവ് $1000 മുതൽ $2000 വരെയാണ്. അതായത് അറൗണ്ട് ഒരു 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിൽ ഇത് മൊത്തം സെറ്റ് ചെയ്തെടുക്കാം. ഒരു ജാവലിൻ മിസൈലിന് $2 ലക്ഷം, മറ്റ് ചാവേർ മിസൈലുകൾക്ക് $50,000 മുതൽ $5 ലക്ഷം വരെ വിലയുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ഓർക്കുക. ഈ ഫൈബർ ഡ്രോണുകൾ യുദ്ധത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തെറ്റിദ്ധാരണകൾ കൂടി മാറ്റാം. 1. യുക്രൈനിലെ എല്ലാ ഡ്രോണുകളും ഇപ്പോൾ ഫൈബർ ആണോ? ഇത് തെറ്റാണ്. ഫൈബർ ഡ്രോണുകൾ വളരെ കുറവാണ്, പക്ഷേ അവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ചില വിജനമായ സ്ഥലങ്ങൾ മുഴുവൻ ചിലന്തി വല പോലെ ഫൈബർ കേബിളുകൾ നിറഞ്ഞിരിക്കുന്നതും ഈ ഫൈബർ കേബിളുകളുള്ള ഡ്രോണുകൾ പറന്നു പോകുമ്പോൾ ചില ആളുകൾ അതിൻ്റെ വള്ളി കട്ട് ചെയ്തത് പൊട്ടിത്തെറിക്കുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതൊരു ഇൻഷുറൻസ് പോളിസി പോലെയാണ്. അതായത് മിഷൻ കംപ്ലീറ്റ് ആകുമെന്ന് 100% ഉറപ്പുണ്ട് എന്ന് പറയാറുണ്ട്. അതിന് റീസൺ എന്ന് പറയുന്നത് ഡ്രോൺ ജാം ആകില്ല എന്നുള്ള ഉറപ്പാണ്.
ഇത് പൊട്ടിപ്പോയില്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഡ്രോണിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാം. അതാണ് വാസ്തവം. പിന്നെ ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇത് അമേരിക്കയും യൂറോപ്പും ഒക്കെ നിർമ്മിച്ച് നൽകിയ ഒരു തരം ആയുധമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ടെക്നോളജി ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട്. സ്പൈക്ക് പോലെയുള്ള സിസ്റ്റങ്ങളിൽ പണ്ടേ ഇത് കാണുന്നുണ്ട്. സോ ഇതിനെ വില കുറഞ്ഞ രീതിയിൽ ഡു ഇറ്റ് യുവർ സെൽഫ് ആയിട്ട് യുക്രൈൻ നിർമ്മിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഡ്രോണുകളുടെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചാൽ കൂടുതൽ കരുത്തും നീളമുള്ളതുമായിട്ടുള്ള ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ നമ്മൾ ഉണ്ടാക്കുകയും ഭാവിയിൽ ഡ്രോണുകൾക്ക് 4K HD മാത്രമല്ല തെർമൽ ഇമേജിങ്ങും മറ്റ് സെൻസർ ഡാറ്റയും ഒരേ നൂലിലൂടെ അയക്കാനും ഒക്കെ സാധിച്ചു. ഹൈബ്രിഡ് സിസ്റ്റങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതായത് സാധാരണ RF ലിങ്കിൽ പറന്ന് ശത്രുവിന്റെ ജാമിംഗ് ഏരിയയിൽ എത്തുമ്പോൾ മാത്രം ഫൈബർ കേബിളിലേക്ക് മാറുന്ന ഡ്രോണുകൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ജാം ചെയ്യാൻ പറ്റാത്ത നിരീക്ഷണ ഡ്രോണുകൾ രാജ്യങ്ങൾ കൂടുതലായി ഉപയോഗിച്ചാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഫൈബർ വഴി പവർ കിട്ടുന്നതുകൊണ്ട് മണിക്കൂറുകളോളം ഒരേ സ്ഥലത്ത് നിശബ്ദമായി പറന്നു നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഡ്രോണുകൾക്ക് കഴിയും. അങ്ങനെ വരുന്ന സമയത്ത് ഫൈബർ വഴി സുരക്ഷിതമായിട്ട് കണക്ട് ചെയ്ത ഈ ഡ്രോണിന് നമുക്ക് ജാമിംഗ് കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ലാതെ വരികയും കൂട്ടത്തോടെ തന്നെ ഒരുപാട് ഡ്രോണുകൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആഗോളകരമായിട്ടുള്ളൊരു അപകടം ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട്. യുക്രൈനിലെ ഈ ഒരു മാതൃക എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സൈന്യങ്ങൾ മാത്രമല്ല തീവ്രവാദ സംഘടനകളും ചെറിയ രാജ്യങ്ങളും വളരെ തുച്ഛമായ ചിലവിൽ ആർക്കും തടുക്കാനാകാത്ത സൂക്ഷ്മമായ ആയുധങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുകയും കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മിലിറ്ററി സംവിധാനങ്ങൾക്ക് പകരം ഗാരേജിലോ വർക്ക്ഷോപ്പിലോ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അത് ലോകത്ത് എവിടെ നടന്നാലും. യുക്രൈൻ ഡ്രോണിൽ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ കെട്ടി എക്സ്പ്ലോസീവുമായിട്ട് റഷ്യയിൽ പോകുന്ന നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. തിരിച്ച് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. യുദ്ധം എപ്പോഴും ദോഷം തന്നെയാണ്. പക്ഷേ ഇത്തരം ടെക്നോളജികൾ ഇവോൾവ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതിനനുസരിച്ചുള്ള കൗണ്ടർ മെഷേഴ്സ് എടുക്കാൻ ലോകത്തുള്ള എല്ലാ ശക്തികളും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യവും ഒക്കെ തന്നെ സജ്ജരായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ചും അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചും ഞാനൊരു കോഴ്സ് jrstudio.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെയുള്ള ലിങ്ക് പരിശോധിച്ചിട്ട് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഏരിയ 51 എന്ന് പറയുന്ന സ്ഥലത്തും പലതരത്തിലുള്ള നിഗൂഢതകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ നിഗൂഢതകളുടെ ചുരുളഴിക്കാനുള്ള എൻ്റെ ഒരു എളിയ ശ്രമം ഒരു കേസ് സ്റ്റഡി ആയിട്ട് തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇവിടെ കിട്ടും. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ